ഹായ്. സമയം 2:43 നമ്മൾ 3 ട്രേഡ് ഉണ്ടാകുന്നത്. ട്രേഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ട്രേഡ് ഉണ്ടായിരുന്നത് നമ്മൾ എന്താ പറയുക, ഈ ക്യാൻഡിൽ 9:20 ക്യാൻഡിലൊരു സെല്ലിംഗ് കണ്ടപ്പോൾ ഇന്ന് ടോട്ടലി മാർക്കറ്റിൽ വോളിയം കുറവായിരുന്നു. ഫസ്റ്റത്തെ 10 മിനിറ്റ് നമുക്ക് ആകെ 12K വോളിയം. ബാക്കി ദിവസത്തെ അപേക്ഷിച്ചിട്ട് മാർക്കറ്റിൽ വോളിയം കുറവാണ്. പിന്നെ മാർക്കറ്റ് ഓപ്പൺ ആയത് ഇന്നലത്തെ അതേ റേഞ്ചിലായിരുന്നു. സോ നമ്മൾ അങ്ങനത്തെ ദിവസം വലിയ മൂവ്മെൻ്റ് ഒന്നും പ്രതീക്ഷിക്കാറില്ല. പക്ഷെ എന്നാലും ഇന്നും നമുക്ക് അങ്ങനത്തെ ദിവസം നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ട്രേഡ് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ട്രേഡ് എടുത്തത് ഇവിടെ, ഈ ക്യാൻഡിലിൻ്റെ ലോയിൽ ഓർഡർ ഫ്ലോയിൽ സെല്ലിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് പ്രൊഫൈലിൽ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഇന്നലത്തെ ഒരു ബേസ് ഉണ്ടല്ലോ, ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ്റെ ഈ ബേസിൻ്റെ താഴെ മാർക്കറ്റ് വന്നപ്പോഴാണ് ഞാൻ ഫസ്റ്റ് എൻട്രി എടുത്തേണ്ടത്. ഒരു പുട്ട് ഓപ്ഷൻ 24,600 പുട്ട് ഓപ്ഷൻ, ഇന്തവണിയിൽ പുട്ട് ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്ത്, അത് മാർക്കറ്റ് താഴെ വന്ന് ഈ ഒരു റേഞ്ച് എത്തിയപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്ത്. അതിൽ ഏകദേശം 20 പോയിന്റുകൾ നമുക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക, അത് എക്സിറ്റ് ചെയ്ത് 9:35 ഈ ഒരു ക്യാൻഡിലൊക്കെ എന്താ പറയുക ക്ലോസ് ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ എക്സിറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 9:50 കഴിഞ്ഞിട്ടൊരു എൻട്രി കൂടി ഉണ്ടായിരുന്നു. ഈ ഗ്രീൻ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് 80-85 ഈ ഗ്രീൻ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ഇവിടെ ഓർഡർ ഫ്ലോയിൽ നല്ല ബൈയിങ് ഒക്കെ കണ്ടപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അത് 23,900 409.95 മേടിച്ചത്. അതെടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, മാർക്കറ്റിൻ്റെ ഈ ഓപ്പണിൻ്റെ മേലെ കയറി അതിന് ശേഷമാണ് നമ്മൾ എൻട്രി എടുത്ത്. നമ്മൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ എന്താ പറയുക, ഇന്നലത്തെ ഇങ്ങനത്തെ ഒരു ബാലൻസ് ഉണ്ടല്ലോ, 3 ദിവസത്തെ ബാലൻസിൻ്റെ ഹൈ ക്രോസ് ചെയ്യും. അതുപോലെ നമ്മളൊരു സിംഗിൾ പ്രിൻ്റ് ഉണ്ടായിരുന്നു 24,440 റേഞ്ച് വരെ, അതും ക്രോസ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നല്ലൊരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റ് എന്താ പറയുക, ലൈവ് മാർക്കറ്റിൽ ഉണ്ടായാൽ മനസ്സിലാവും, മാർക്കറ്റ് പെട്ടെന്നൊരു റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇങ്ങനെ കയറി ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് ദെൻ സഡൻ ഫോൾ വന്ന് 10:30 ആകുമ്പോഴാണ് നമ്മൾ ഇതിന്ന് എൻട്രി സെല്ല് ചെയ്തിട്ട് നമ്മൾ എക്സിറ്റ് അടിച്ച് ലോസ് ബുക്ക് ചെയ്ത് ദെൻ അതിൽ ഓർഡർ ഫ്ലോയിൽ സെല്ലിങ് കണ്ടപ്പോൾ എന്താ പറയുക, നമ്മളൊരു പുട്ട് ഓപ്ഷൻ കൂടെ എടുത്തു. അതിൻ്റെ എന്താ പറയുക, നമ്മൾ എക്സിറ്റ് പ്ലാൻ ഉണ്ടായിരുന്നത് ഇന്നത്തെ ഡേ ലോ ആയിരുന്നു. പക്ഷേ മാർക്കറ്റിൽ ഉണ്ടായിരിക്കറിയാം, മാർക്കറ്റ് സഡൻ ഫോൾ പറഞ്ഞാൽ സഡൻ ഫോൾ. അതാണ് നമ്മൾ എൻട്രീസ്. ഫസ്റ്റ് എടുത്ത എൻട്രി 24,600 പി നമ്മൾ 313 മേടിച്ച് 9:19, അത് 9:32 335 വിറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മളെടുത്ത കോളാണ് 409.95 9:55, അത് നമ്മൾ 10:30 404 സ്റ്റോപ്പ് ലോസ് അടിച്ച്. അതുപോലെ നമ്മളെടുത്തൊരു എൻട്രിയാണ് 307 24,600 പുട്ട് ലാസ്റ്റ് എടുത്ത എൻട്രി, അത് 341. നമ്മൾ ഡേ ലോ ആണ് എന്താ പറയുക ടാർഗറ്റ് വെച്ചിട്ടാണ് നമ്മൾ എക്സിറ്റ് അടിച്ചത്. ഇത് പിന്നെ നമ്മളൊരു സ്വിങ്ങിൻ്റെ പക്ഷേ എന്താ പറയുക സെല്ല് ചെയ്യാൻ നോക്കിയാൽ പക്ഷേ ട്രിഗർ ആയില്ല. ഓക്കെ, ഓർഡർ ക്യാൻസൽ ചെയ്ത് ഇവിടെ പോർട്ട്ഫോളിയോ ഇതാണ് പ്രോഫിറ്റ് ലോസ്. ശരിക്കും നമ്മൾ ആ 307 ബൈ ചെയ്ത ആ ഒരു ഓപ്ഷൻ്റെ ഇപ്പോഴത്തെ റേറ്റ് തന്നെ 690, ഏകദേശം ഡബിൾ ആയിരുന്നു. ഒറ്റ ലോട്ടിൽ തന്നെ നമുക്ക് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 7,500 രൂപയുടെ മുകളിൽ പ്രോഫിറ്റ് കിട്ടുന്നത്. പക്ഷേ ഇങ്ങനത്തെ സഡൻ മൂവൊന്നും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. പിന്നെയൊക്കെ നല്ലൊരു എൻട്രി കിട്ടുകയും ചെയ്തില്ല. റിസ്ക് റിവാർഡും കൂടി ഫേവർ ആവണ്ടേ. സോ ഒന്നും പിന്നെ വേറെ ട്രേഡൊന്നും എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ പ്രോഫിറ്റിന് 1,300 എടുത്ത് 1,294. ഓക്കെ, നാളെ എന്താ മാർക്കറ്റിൽ ഉണ്ടാവുക എന്ന് നമുക്ക് നാളെ നോക്കാം. എന്തായാലും എക്സ്പയറി ഡേ ആയതുകൊണ്ടേ നല്ലൊരു എക്സ്പയറി ഡേ തന്നെ വന്നു. ഓക്കെ, എന്തായാലും നടക്കാം.